ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. വിഷു ഒക്കെ അല്ല വരുന്നത്, നമുക്കും ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് ചെറുതായിട്ടൊന്ന് സുന്ദരിയാവാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. നമുക്ക് ടാൽക്കം പൗഡർ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാകാൻ പറ്റുന്നൊരു ലുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഇത് നമുക്ക് മോയ്സ്ചറൈസറിനായിട്ട് ഞാനിവിടെ ഒരു അലോവേറയുടെ ജെല്ലാണ് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് മമ്മ എർത്തിൻ്റെ അലോവേറ ജെല്ലാണ്. ഇത് സ്കിന്നിനും ഹെയറിനും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അലോവേറയുടെ ജെല്ലാണ്. 300 ml ആണ് ഇതിൻ്റെ കണ്ടൻറ്റ് വരുന്നത്. പാരബൻ ഫ്രീ ആണ്. നോ ആഡഡ് കളേഴ്സ്, സ്യൂട്ട്സ് എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്കിത് സ്യൂട്ടബിൾ ആണ്. വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ഒരു സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വേറെ ഫൗണ്ടേഷൻ ഒന്നും നമ്മൾ ഈ ഒരു മേക്കപ്പിനകത്ത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടസ് ഓർഗാനിക്സിൻ്റെ ഹൈഡ്രേറ്റിംഗ് ജെൽ മിനറൽ സൺസ്ക്രീനാണ്. SPF 30 ഉണ്ട്, UVA PA UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നൊരു സൺസ്ക്രീനാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ എന്ന് പറയാം. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും അപ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ സ്കിന്നിന് ഓൾറെഡി ഒരു ബ്രൈറ്റ്നെസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പറയും സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് അമർത്തി മസാജ് ചെയ്യരുതെന്ന്. പക്ഷേ ഇതെന്തൊരു ഒരു പ്രത്യേകം ഒരു ചെറിയൊരു വൈറ്റ്നസ് വരുന്നതുകൊണ്ട് അത്യാവശ്യം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഫേസ് ഇങ്ങനെ വെളുത്തിരിക്കും. ഞാനൊരു ചെറിയൊരു ടാൽക്കം പൗഡറും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് വീഡിയോയിൽ നിന്ന് കട്ടായി പോയതാണ്. അടുത്ത പുരുക എഴുതാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ബ്രോ ഡിഫൈനർ പെൻസിലാണ്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസൊക്കെ ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്യാം. ആമസോൺ പ്രൈസും മെൻഷൻ ചെയ്യാം കേട്ടോ. ആമസോണിലാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റെല്ലാം. ഓഫർ ഉണ്ടാവും. അപ്പോൾ എനിക്ക് കിട്ടിയ പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പം സ്വിസ് ബ്യൂട്ടിയുടെ ബ്രോ ഡിഫൈനർ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഐബ്രോ എന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇത് വെച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ജസ്റ്റ് ഇതിൻ്റെ സൈഡിലൊരു ബ്രഷ് ഉണ്ട്, ആ ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് ബ്രഷും കൂടെ ചെയ്ത് കൊടുത്താൽ നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഐലൈനറാണ് എടുത്തിരിക്കുന്നത്. ഇത് മെബിലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ ഐലൈനറാണ് കേട്ടോ. നല്ലൊരു ബ്ലാക്ക് കളറുള്ള ഒരു ഐലൈനറാണ്, വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിപ്പീറ്റായിട്ട് വാങ്ങിച്ച് നല്ലൊരു പ്രൊഡക്റ്റാണ്, റിപ്പീറ്റായിട്ട് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണ്ണിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഞാനൊരു കാജലാണ് എടുത്തിരിക്കുന്നത്. പ്ലം ഐസ്വെയർ ബൈ കോഹി കാജലാണ് കേട്ടോ. ഇത് നമുക്ക് അടിയിൽ കണ്ണിൻ്റെ താഴെ ഞാൻ മിക്കവാറും കാജലാണ് യൂസ് ചെയ്യാറ്. അത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഒരു കൈ കൊണ്ട് തന്നെ എല്ലാവരും പിടിച്ചിട്ട് എഴുതുമ്പോൾ ഇച്ചിരി ഒരു റിസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ എഴുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയൊരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ പെട്ടെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചല്ല ഇതൊക്കെ ചെയ്തത്, അതുകൊണ്ട് തന്നെ മുടിയിലൊക്കെ ഇച്ചിരി എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. എണ്ണമയം കൂടുതലായിരുന്നു, പെട്ടെന്നൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വിഷു മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്നൊന്നും അറിയില്ല. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഞാനിന്ന് ഉപയോഗിച്ച പ്രൊഡക്റ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ നിന്ന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്